കാട്ടിലൊരു സിംഹം കണ്ട. പണ്ട് കാട്ടിലൊരു സിംഹം എന്ന് പറഞ്ഞ പോലെ കണ്ട കയറി ഈ ഒരു സിംഹം കുട്ടിക്കെടുക്കുന്ന ഈ കാട്ടില് ആരും കണ്ട ഒന്ന് ഞെട്ടിപ്പോവും. കാരണം ഇപ്പോഴത്തെ കാലത്ത് എവിടെ നോക്കിയാലും പുലിനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിൽ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പുലിയെ പേടിപ്പെടുത്തുന്നവരതാണ്. അതേപോലെ നമ്മുടെ ഇതേ കിടക്കണിക്ക് നമ്മുടെ ഒരു വെള്ളപ്പുലി, പക്ഷെ ഇതിന് വരയില്ല, പുള്ളില്ലാത്ത പുലിയാണിത്. സിംഹം എന്നൊക്കെ പറയാൻ വേണേ, പുലിയൊന്നല്ല, അവൻ ഷേറാണ്. സിംഹം ലയൺ വേണ്ട. എല്ലാവരും ഒന്നും ഞെട്ടിപ്പോകും കാട്ടിലിങ്ങനെ കിടക്കണ്ടേ. ഞാടാ കാട്ടിൽ കിടന്ന് കാട്ടിലെ കുട്ടൻ എന്താ കാട്ടിലെ കുട്ടൻ എന്താ അവൻ പുല്ലിൻ്റെ ഇടയിൽ എനങ്ങാണ്ട് കിടക്കുന്ന എരനെ പിടിക്കാനുള്ള വ്യഗ്രതയിലാണ് ഇരിക്കുന്നത്. എരനെ പിടിക്കാനുള്ള വ്യഗ്രതയിൽ ഇരിക്കണേക്കും കണ്ട എനങ്ങാണ്ട്. ഇവൻ ശരിക്കും സിംഹം തന്നെയാണല്ലേ കുട്ടൻ, അല്ലടാ ബ്രൂണക്കുട്ട കണ്ട. കണ്ടാൽ പുലി സിംഹത്തിനൊക്കെ വെല്ലണ പോലെയാണ് അവൻ. പക്ഷേ ഒരു മിഠായി കണ്ടാൽ അവൻ അതിൽ പെടും. മിഠായി അല്ലെ ചോക്കോബാർ, ഐസ്ക്രീം, ഇങ്ങനത്തെയൊക്കെ അവൻ അത് കാണിച്ചൊക്കെ കഴിഞ്ഞു. വാ എന്നാ അങ്ങോട്ട് എന്നാ മിഠായി. പിന്നെ ഇന്ന കാലത്ത് ഇവിടെ ഒരു മുറ്റത്ത് തന്നെ ഒരു പാമ്പ് വന്നിന്നെ. അപ്പോൾ ഞാൻ ഇവൻ്റെ കുറേ ഇടപ്പം നോക്കിയപ്പോണ്ട് ഇവൻ കണ്ട് ഒച്ചുണ്ടാക്കണേ. അതായത് ഒരു പാമ്പിനെ പറയാൻ ഭയങ്കര പേടിയാണിത്, അല്ലടാ ബ്രൂണോ? പാമ്പിന് പോലും പേടിയുള്ള ബ്രൂണാണ്. പക്ഷേ കിടപ്പ് കണ്ട, അവൻ്റെ കിടപ്പ് കണ്ട ആരെങ്കിലും പറയോ അവൻ സിംഹക്കുട്ടിയല്ലാന്ന്? കണ്ട കണ്ട കിടപ്പ് കണ്ട. പുലിക്കുട്ടൻ വാ ഇങ്ങോട്ട് വാ, വെള്ളം തരാം, ഇങ്ങോട്ട് വാ. ഇന്നവനെ വാക്സിൻ എടുത്ത കാരണം അപ്പോൾ വെള്ളം കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് നേരം വെള്ളം കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ചോറ് വെച്ച് കൊടുത്ത് അവൻ അതിലത്തെ ഇതൊക്കെ പറക്കി തിന്നു. അതായത് അതിലെ കോഴിക്കാലുണ്ടായതും പറക്കി തിന്നു. അവന് മനസ്സിലായിട്ടില്ല അവൻ അയച്ചിട്ടേക്കുന്നു. ഒറ്റ പോക്ക് പോയവനെ കിട്ടില്ല. എന്നാടാ വാ ഉണ്ടെങ്കിൽ വാ, വെള്ളം തരാം, വാ. പാത്തിരിക്കണ്ട, പുലി പാത്തിരിക്കണ പോലെ ഇരിക്കണ്ട. പക്ഷേ കണ്ടാ പുലി, പക്ഷേ സ്വഭാവത്തിൽ അവൻ എലിയാണ്. ആകാരം കണ്ട് ആൾക്കാർ പേടിച്ച് പോകണം, അതാണ് അവൻ്റെത്. അവൻ്റെ വാ ഡോക്ടർ വരെ പേടിപ്പിച്ച ആളല്ലടാ.